ഹലോ സുഹൃത്ത്, നമസ്കാരം. ഇന്ന് ജൂലൈ 4 തീയതി ലേറ്റസ്റ്റ് കറണ്ട് അഫേഴ്സുമായി ജേഡിസ് കറണ്ട് അഫേഴ്സ്. ഓരോ ലേറ്റസ്റ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ അപ്ഡേറ്റ് ചെയ്ത് പോവുകയാണെങ്കിൽ നമുക്ക് ഏതൊരു പരീക്ഷയിലും എവിടെ നന്നായിട്ട് പെർഫോം ചെയ്യാൻ സാധിക്കും. അപ്ഡേഷൻസ് എപ്പോഴും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഓരോ പരീക്ഷകളിലും കറണ്ട് അഫേഴ്സിന് വളരെയധികം പ്രാധാന്യമുണ്ട്. അത് ഇൻ്റർവ്യൂ ആയിക്കോട്ടെ, റിട്ടേൺ എക്സാം ആയിക്കോട്ടെ, എവിടെയും കറണ്ട് അഫേഴ്സിന് പ്രാധാന്യമുണ്ട്. നമ്മൾ ഓരോ ദിവസം ലേറ്റസ്റ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ അറിയുന്നതിന് വേണ്ടി സമയം മാറ്റിവെക്കാൻ ശ്രമിക്കണം. നമുക്ക് ഇന്നത്തെ കറണ്ട് അഫേഴ്സിലേക്ക് പോകാം. കേരള സംസ്ഥാന പിന്നോക്ക വിഭാഗ കമ്മീഷൻ പ്രകാരം ഏറ്റവും കൂടുതൽ സർക്കാർ ജീവനക്കാരുള്ള സമുദായം ഏതാണ്? ഈഴവർ. അക്കോർഡിംഗ് ടു കേരള സ്റ്റേറ്റ് കമ്മീഷൻ ഫോർ ബാക്ക്വേർഡ് ക്ലാസസ്, ഇന്ന് ഏറ്റവും കൂടുതൽ ഗവൺമെൻറ് എംപ്ലോയീസ് ഉള്ള സമുദായം എന്ന് പറയുമ്പോൾ ഈഴവാസ് ആണ്. ഇന്നത്തെ ഹിന്ദു പത്രത്തിൽ വന്നിട്ടുള്ള വാർത്തയാണ് ഈ ഒരു വാർത്ത. അതായത് ഈഴവാസ് 1,15,075 പേരാണ് ഗവൺമെൻറ് എംപ്ലോയീസ് ആയിട്ടുള്ളത്. നായർ സമുദായമാണെങ്കിൽ 1,08,012. അതുപോലെ തന്നെ മുസ്ലിംസ് ആണെങ്കിൽ 73,774, ക്രിസ്ത്യൻസ് ആണെങ്കിൽ 73,713, ഷെഡ്യൂൾ കാസ്റ്റ് 51,783, ST 10,513, വിശ്വകർമ്മ 16,564, ലാറ്റിൻ കാത്തോലിക് 22,542, ബ്രാഹ്മിൻസ് 7,112. ഇന്ന് കേരളത്തിൽ 5,45,423 ഗവൺമെൻറ് എംപ്ലോയീസ് ആണുള്ളത്. കേരള ജനസംഖ്യയുടെ 23% ഈഴവാസ് ആണെങ്കിൽ മുസ്ലിംസ് 26%, ക്രിസ്ത്യൻസ് 18%, നായർ 15%. ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ടുള്ള കണക്കാണ് കേരള സ്റ്റേറ്റ് കമ്മീഷൻ ഫോർ ബാക്ക്വേർഡ് ക്ലാസസ്. ഇതിൽ ഏറ്റവും കൂടുതൽ ഗവൺമെൻറ് എംപ്ലോയീസ് ഉള്ളത് ഈഴവ സമുദായവും നായർ സമുദായമാണ് തൊട്ടുപുറകിൽ. ഏത് രണ്ട് രാജ്യങ്ങൾ തമ്മിലുള്ള സൈനിക അഭ്യാസമാണ് നൊമാഡിക് എലിഫന്റ്? ഇന്ത്യയും മംഗോളിയയും. ഇന്ത്യ മംഗോളിയ നടത്തുന്ന ഒരു എക്സസൈസ് ആണ് നൊമാഡിക് എലിഫന്റ്. ഈ ഒരു എക്സസൈസ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. മേഘാലയയിലെ ഉംറോയ് എന്ന സ്ഥലത്താണ് നൊമാഡിക് എലിഫന്റ് എന്ന് പറയുന്ന ഈ ഒരു എക്സസൈസ് നടന്നുകൊണ്ടിരിക്കുന്നത്. 16ാമത്തെ വർഷമാണ് നൊമാഡിക് എലിഫന്റ് എന്ന് പറയുന്ന ഇന്ത്യ മംഗോളിയയുടെ ആർമി തമ്മിലുള്ള ഒരു എക്സസൈസ്. ഇതിൽ ഇന്ത്യൻ ആർമിയിലെ 45 മെമ്പേഴ്സ് ആണുള്ളത്. സിക്കിം സ്കൗട്ട് ബറ്റാലിയൻ, ഈ ഒരു ബറ്റാലിയനാണ് ഏറ്റവും കൂടുതൽ മെമ്പേഴ്സ് ഉള്ളത്. അതുപോലെ തന്നെ മംഗോളിയ ആണെങ്കിൽ 150 ക്വിക്ക് റിയാക്ഷൻ ഫോഴ്സ് ആണുള്ളത്. 15ാമത്തെ എഡിഷനിലെ മംഗോളിയയിൽ വെച്ചായിരുന്നു. മംഗോളിയ എന്ന രാജ്യത്തിന്റെ ക്യാപിറ്റൽ ആണ് ഉലാൻബത്തോർ. 2026 ICC പുരുഷ T20 ലോകകപ്പ് എവിടെയാണ് നടക്കുന്നത്? ഇന്ത്യയും ശ്രീലങ്കയും. 2024 ICC മെൻസ് T20 വേൾഡ് കപ്പ് നടന്നിട്ടുള്ളത് USA വെസ്റ്റ് ഇൻഡീസ് ആണെങ്കിൽ ഇനി വരാൻ പോകുന്ന ICC മെൻസ് T20 വേൾഡ് കപ്പ് നടക്കാൻ പോകുന്നത് ഇന്ത്യയും ശ്രീലങ്കയിലും വെച്ചാണ്. ഇന്ത്യയും ശ്രീലങ്കയിലും നടക്കാൻ പോകുന്ന ഈ മാച്ച് 55 മാച്ചുകൾ ആയിരിക്കുള്ളൂ. ഇപ്പോൾ കഴിഞ്ഞ ICC T20 മെൻസ് വേൾഡ് കപ്പിലും 55 മാച്ച് ആയിരുന്നു, ഫൈനൽ മത്സരം ഉൾപ്പെടെ. ഇപ്പോൾ തന്നെ ഈ ഒരു മത്സരത്തിലേക്ക് വേണ്ടി ഇന്ത്യ ശ്രീലങ്കയുടെ സ്ഥാനം ഉറപ്പിച്ചു കഴിഞ്ഞു. അതുപോലെ തന്നെ അഫ്ഗാനിസ്ഥാൻ, ഓസ്ട്രേലിയ, ബംഗ്ലാദേശ്, ഇംഗ്ലണ്ട്, സൗത്ത് ആഫ്രിക്ക, വെസ്റ്റ് ഇൻഡീസ് എന്നീ ടീമുകളും 2026 വരാൻ പോകുന്ന ICC മെൻസ് T20 വേൾഡ് കപ്പിൽ സ്ഥാനം പിടിച്ചു. 2027 സൗത്ത് ആഫ്രിക്ക സിംബാബ്വേയിൽ വെച്ചും 2028 ഇത് ഓസ്ട്രേലിയ, ന്യൂസിലാൻഡ്, 2029 ഇത് ഇന്ത്യയിൽ വെച്ചായിരിക്കുള്ളൂ. ദക്ഷിണേഷ്യയിലെ ഏറ്റവും വലിയ ഫ്ലൈയിങ് പരിശീലന സംഘടന ഏത് സംസ്ഥാനത്താണ് സ്ഥാപിക്കുന്നത്? മഹാരാഷ്ട്ര. ദക്ഷിണേഷ്യയിലെ ഏറ്റവും വലിയ ഫ്ലൈയിങ് ട്രെയിനിങ് ഓർഗനൈസേഷൻ ഇത് സ്ഥാപിക്കാൻ പോകുന്നത് മഹാരാഷ്ട്രയിലാണ്. മഹാരാഷ്ട്രയിലെ അമരാവതി എന്ന സ്ഥലത്താണ് സൗത്ത് ഏഷ്യയിലെ ഏറ്റവും വലിയ ഫ്ലൈയിങ് ട്രെയിനിങ് ഓർഗനൈസേഷൻ FTO വരാൻ പോകുന്നത്. ഏതാണ്ട് 3000-ഓളം പേർക്ക് ജോലി സാധ്യതയുള്ള ഒരു ഓർഗനൈസേഷൻ ആണ് വരാൻ പോകുന്നത്. എയർ ഇന്ത്യയാണ് ഈ ഒരു സൗത്ത് ഏഷ്യയിലെ ഏറ്റവും വലിയ ഫ്ലൈയിങ് ട്രെയിനിങ് ഓർഗനൈസേഷൻ സ്ഥാപിക്കാൻ പോകുന്നത്. മഹാരാഷ്ട്രയിലെ വിദർഭ എന്ന സ്ഥലത്തായിരിക്കുള്ളൂ എയർ ഇന്ത്യ സൗത്ത് ഏഷ്യയിലെ ലാർജസ്റ്റ് ഫ്ലൈയിങ് ട്രെയിനിങ് ഓർഗനൈസേഷൻ സ്ഥാപിക്കുക. ഇന്നിപ്പോൾ ഈ ഒരു ഇൻഡസ്ട്രി, എയർലൈൻ ഇൻഡസ്ട്രി വളർന്നുകൊണ്ടിരിക്കുകയാണ്. ഇന്ന് ലോകത്തിന് പറയുമ്പോൾ ഡൊമസ്റ്റിക് എയർലൈൻസിൽ ഇന്ത്യയുടെ സ്ഥാനം 3ാമത്തേതാണ്. ഏറ്റവും മുന്നിൽ നിൽക്കുന്നത് USA, 2ാം സ്ഥാനത്ത് ചൈന, 3ാം സ്ഥാനത്ത് ഇന്ത്യയാണ്. ആരാണ് പുതിയ ഡച്ച് പ്രധാനമന്ത്രി? ഡിക് ഷൂഫ്. ഡച്ച് റിപ്പബ്ലിക്കിന്റെ പുതിയ പ്രൈം മിനിസ്റ്റർ ആയിട്ട് ഡിക് ഷൂഫ് സ്ഥാനം ഏറ്റെടുത്തു. ഇദ്ദേഹം മുൻ ഇന്റലിജൻസ് ഓഫീസർ ആയിരുന്നു. ഇപ്പോൾ നെതർലാൻഡ്സിന്റെ പുതിയ പ്രൈം മിനിസ്റ്റർ. ഈ കഴിഞ്ഞ ജൂലൈ 2 തീയതിയാണ് ഡിക് ഷൂഫ് നെതർലാൻഡിന്റെ പുതിയ പ്രൈം മിനിസ്റ്റർ ആയിട്ട് സ്ഥാനം ഏറ്റെടുത്തിട്ടുള്ളത്. ഇന്ത്യൻ പ്രൈം മിനിസ്റ്റർ നരേന്ദ്രമോദി ഈ ഒരു അവസരത്തിൽ അദ്ദേഹത്തെ ആശംസിച്ചു.
ഈ ഒരു ചടങ്ങ് നടന്നിട്ടുള്ളത് നെതർലാൻഡ്സിലെ ഹൂയിസ് ടെൻ ബോഷ് പാലസിൽ വെച്ചാണ്. ഏതാണ്ട് 14 വർഷത്തിന് ശേഷമാണ് നെതർലാൻഡ്സിൽ ഇപ്പോൾ പുതിയൊരു പ്രൈം മിനിസ്റ്റർ സ്ഥാനം ഏറ്റെടുക്കുന്നത്. നെതർലാൻഡ്സ് എന്ന രാജ്യത്തിന്റെ ക്യാപിറ്റൽ ആണ് ആംസ്റ്റർഡാം. ഏത് ബാങ്കിന്റെ അടുത്ത ചെയർമാനായി FSIB ചള്ള ശ്രീനിവാസുലു സെറ്റിയെ ശുപാർശ ചെയ്യുന്നു? സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ. സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ ഏറ്റവും ടോപ്പ് ലെവൽ വരുന്ന സ്ഥാനമാണ് ചെയർമാൻ. അപ്പോൾ സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ ചെയർമാൻ സ്ഥാനത്തേക്ക് FSIB ചള്ള ശ്രീനിവാസുലു സെറ്റിയെ ശുപാർശ ചെയ്തു. FSIB എന്നാൽ ഫിനാൻഷ്യൽ സർവീസസ് ഇൻസ്റ്റിറ്റ്യൂഷൻ ബ്യൂറോ. ഈ ഒരു ബ്യൂറോ ആണ് ചള്ള ശ്രീനിവാസുലു ഷെട്ടിയെ അടുത്ത സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ ചെയർമാൻ ആയിട്ട് റെക്കമെൻഡ് ചെയ്തിട്ടുള്ളത്. സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ ഇപ്പോഴത്തെ ചെയർമാൻ ആണ് ദിനേശ് കുമാർ ഖാര. ഇദ്ദേഹം 2020 ഒക്ടോബർ 7 രാജ്യത്തെ ഏറ്റവും വലിയ കമേഴ്സ്യൽ ബാങ്കിന്റെ ചെയർമാൻ എന്ന സ്ഥാനത്തേക്ക് വന്നു. പിന്നീട് 2023 അദ്ദേഹത്തിന്റെ സ്ഥാനം വീണ്ടും നീട്ടിക്കൊടുത്തു. അതായത് വരുന്ന ഓഗസ്റ്റ് 28 വരെ ദിനേശ് കുമാർ ഖാരയായിരിക്കുള്ളൂ സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ ചെയർമാൻ. അതിനുശേഷം വരാൻ പോകുന്ന വ്യക്തിയായിരിക്കും ചല്ല ശ്രീനിവാസുലു ഷെട്ടി. ഇന്നലെ ജൂലൈ 3 ഇന്നലത്തെ കറണ്ട് അഫയേഴ്സിലെ ഒരു ചോദ്യമായിരുന്നു, ഏത് സംസ്ഥാനവുമായി ബന്ധപ്പെട്ട നാടോടി നൃത്തമാണ് യക്ഷഗാനം? ഇതിന്റെ ഉത്തരം കർണാടക. കർണാടകയിലെ തീരദേശ പ്രദേശങ്ങളിൽ നടക്കുന്ന ഒരു വലിയൊരു പരമ്പരാഗത നാടോടി നൃത്തമാണ് യക്ഷഗാനം. ഏതാണ്ട് നൃത്തം, സംഗീതം, ഗാനം, പണ്ഡിത സംഭാഷണങ്ങൾ, അതുപോലെ തന്നെ വർണ്ണപരമായിട്ടുള്ള വസ്ത്രങ്ങൾ എന്നിവയുടെ അപൂർവമായിട്ടുള്ള ഒരു സംയോജനമാണ് യക്ഷഗാനം. ഇത് കർണാടകയിലെ തീരദേശ പ്രദേശങ്ങളിൽ നടക്കുന്ന ഒരു നാടോടി നൃത്തമാണ്. അപ്പൊ ജേഡിസ് കറണ്ട് അഫയേഴ്സിന്റെ ഇന്നലത്തെ ഈ ചോദ്യത്തിന് മറുപടി നൽകിയിട്ടുള്ള ഓരോരുത്തർക്കും ജേഡിസ് കറണ്ട് അഫയേഴ്സിന്റെ ആശംസകൾ. നമുക്ക് ഇന്നത്തെ കറണ്ട് അഫയേഴ്സ് ഒന്നുകൂടി റിവൈസ് ചെയ്യാം. കേരള സംസ്ഥാന പിന്നോക്ക വിഭാഗ കമ്മീഷൻ പ്രകാരം ഏറ്റവും കൂടുതൽ സർക്കാർ ജീവനക്കാരുള്ള സമുദായം ഏതാണ്? ഈഴവർ. ഏത് 2 രാജ്യങ്ങൾ തമ്മിലുള്ള സൈനിക അഭ്യാസമാണ് നൊമാഡിക് എലിഫന്റ്? ഇന്ത്യയും മംഗോളിയും. 2026 ICC പുരുഷ T20 ലോകകപ്പ് എവിടെയാണ് നടക്കുന്നത്? ഇന്ത്യയും ശ്രീലങ്കയും. ദക്ഷിണേഷ്യയിലെ ഏറ്റവും വലിയ ഫ്ലൈയിങ് പരിശീലന സംഘടന ഏത് സംസ്ഥാനത്താണ് സ്ഥാപിക്കുന്നത്? മഹാരാഷ്ട്ര. ആരാണ് പുതിയ ഡച്ച് പ്രധാനമന്ത്രി? ഡിക് ഷൂഫ്. ഏത് ബാങ്കിന്റെ അടുത്ത ചെയർമാനായി FSIB ചള്ള ശ്രീനിവാസുലു സെറ്റിയെ ശുപാർശ ചെയ്യുന്നു? സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ. ഇന്ന് ജൂലൈ 4 ഇന്നത്തെ കറണ്ട് അഫയേഴ്സിലെ ഒരു ചോദ്യമാണ്, വേർ വാസ് ദി ICC T20 വേൾഡ് കപ്പ് 2024 ഫൈനൽ മാച്ച് ഹെൽഡ്? ICC T20 ലോകകപ്പ് 2024 ഫൈനൽ മത്സരം നടന്നത് എവിടെയാണ്? 3 ഓപ്ഷൻസ് ആണ് നൽകിയിട്ടുള്ളത്. ഈ ചോദ്യത്തിന്റെ ഉത്തരം അറിയാമെങ്കിൽ ഇന്നത്തെ കറണ്ട് അഫയേഴ്സിന്റെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്താൻ അഭ്യർത്ഥിക്കുന്നു. നാളത്തെ കറണ്ട് അഫയേഴ്സിൽ ഇതിന്റെ ഉത്തരം ഉണ്ടായിരിക്കും. ജേഡിസ് കറണ്ട് അഫയേഴ്സ് ഓരോ ദിവസം ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള കറണ്ട് അഫയേഴ്സ് ആണ് നൽകാൻ ശ്രമിക്കുന്നത്. ജേഡിസ് കറണ്ട് അഫയേഴ്സിന്റെ ഇന്നത്തെ ഈ വീഡിയോ കണ്ടിട്ട് ഇഷ്ടപ്പെട്ടെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. നമുക്ക് നാളെ വീണ്ടും പുതിയ കറണ്ട് അഫയേഴ്സുമായിട്ട് കാണാം. താങ്ക് യു വെരി മച്ച്.